യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നമുക്കേറെ സുപരിചിതമായ 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവസ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന വേദഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചത്. ദൈവം നമ്മോട് കാണിച്ചത് എത്ര വലിയ സ്നേഹമാണ്. ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ വാക്കുകളിലൂടെ നമ്മെ അറിയിക്കുകയാണ്. പഴയ നിയമകാലത്ത് കോപിഷ്ഠനായ ദൈവത്തെയാണ് മനുഷ്യരൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ അവർക്ക് വളരെ വലിയ ഭയമായിരുന്നു. ദൈവം എന്ന് ഉച്ചരിക്കുന്നത് പോലും ഭയത്തോടുകൂടെയായിരുന്നു. യഹൂദ റബ്ബിമാർ അവരുടെ ന്യായപ്രമാണം പകർത്തി എഴുതുമ്പോൾ ദൈവം എന്നുള്ള വാക്ക് എഴുതുന്ന സമയമാകുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്നതായ തൂവൽ താഴ്ത്തി വെച്ചിട്ട് പുറത്തുപോയി അവരുടെ കാലും കൈയും മുഖവും കഴുകി വന്നതിന് ശേഷം വീണ്ടും തൂവലെടുത്ത് മഷിയിൽ മുക്കി ദൈവം എന്നുള്ള വാക്ക് എഴുതുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അത്രമാത്രം അവർക്ക് ദൈവത്തെ ഭയമായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലും നാം കാണുന്നത് അത് തന്നെയാണ്. ദൈവത്തെ മനുഷ്യർ ഏറ്റവും ഭയപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് വാസ്തവത്തിൽ സങ്കീർത്തന ഭാഗങ്ങൾ തന്നെ. ഉദാഹരണമായി സങ്കീർത്തനം 96 നോക്കുക. 96-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. അങ്ങനെ ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു ദൈവത്തെയാണ് മിക്ക സങ്കീർത്തനങ്ങളും നമ്മുടെ മുൻപാകെ വരച്ചു കാട്ടുന്നത്. എന്നാൽ ഈ ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവം സ്നേഹിക്കുന്നവനാണ് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം കാണുകയാണ്. ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് കാണിച്ചു തരുന്നു. 1 യോഹന്നാൻ 3:16 നാം വായിക്കുന്നത്: അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്നറിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ വാസ്തവത്തിൽ ദൈവം നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. കോപിഷ്ഠനായ ദൈവം മനുഷ്യവർഗത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് ക്രൂശ് മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു, നമ്മെ പഠിപ്പിച്ചു. മറ്റൊന്ന്, ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാക്കുകളിലൂടെ പറയുവാൻ സാധിക്കുമെങ്കിലും മനസ്സുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക വളരെ പ്രയാസമാണ്. എന്നാൽ കർത്താവ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ സാധിക്കും. സ്വന്തം പ്രാണൻ കൊടുത്ത് ശത്രുക്കളെ സ്നേഹിച്ച കർത്താവ് വാസ്തവത്തിൽ നമ്മെ കാണിച്ചു തന്നത് ഉദാത്തമായ സ്നേഹത്തിൻ്റെ തീവ്രമായ അനുഭവമാണ്. ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം പ്രാണൻ മറുവിലയായി നൽകി നമ്മെ സ്നേഹിച്ച സ്നേഹം എത്രമാത്രം വലുതാണ്. ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിച്ചതിന് ശേഷമാണ് ദൈവം നമ്മോട് പറയുന്നത്: നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാട്ടെ, നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചാട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ
കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവായി നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? മറ്റുള്ളവരെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിതാ സമാഹാരത്തിൽ താൻ എഴുതിയിട്ടുള്ള ചില വരികൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണുവാനുള്ള കണ്ണില്ലാത്തവന് അരൂപിയായ ദൈവം അദൃശ്യനായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് താൻ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കാത്തവന് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല, ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അശരണരായി കഴിയുന്നു. വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജീവിതത്തിലെ നിരാശ അതിഭയങ്കരമായി അനുഭവിക്കുന്ന ധാരാളം ആളുകൾ. അവരെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നാം ദൈവത്തെ കാണാൻ ശ്രമിച്ചാൽ അരൂപനായ ദൈവം നമുക്ക് അദൃശ്യനായി തന്നെ ഇരിക്കുന്നു എന്നാണ് കവിവാക്യം. അതുതന്നെയാണ് ദൈവവചനവും നമ്മെ അറിയിക്കുന്നത്. നിന്റെ സ്വന്തം സഹോദരനെ കാണുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ആ സഹോദരനെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നീ വൃഥാവിൽ പറയുന്നതത്രേ. ആരാണ് ഈ സഹോദരൻ? രക്തബന്ധത്തിലുള്ള സഹോദരൻ മാത്രമല്ല. നിന്റെ ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാട്ടെ. അവിടെ നീ കാണുന്ന അശരണരായിട്ടുള്ള ധാരാളം ആളുകൾ, അവരൊക്കെ നിന്റെ സഹോദരന്മാരാണ്. ആശ്രയമറ്റ് ജീവിക്കുന്ന ധാരാളം ആളുകൾ, അവരെയൊക്കെ കാണുവാൻ നമുക്ക് സാധിക്കണം. അവരെയൊക്കെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെയൊക്കെ സഹായിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം. അപ്പോഴാണ് നാം ദൈവസ്നേഹം മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതും ഉപദേശിച്ചതും അതുതന്നെയാണ്. എല്ലാവരാലും തഴയപ്പെട്ടവരെ കർത്താവ് അന്വേഷിച്ചവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അവരെ കരം പിടിച്ചുയർത്തുകയാണ്. അവർക്ക് സ്വർഗീയമായ സഹായം നൽകുകയാണ്. അവർക്ക് ധൈര്യം നൽകുന്നു, അവർക്ക് ശക്തി നൽകുന്നു, അവരെ രക്ഷിക്കുന്നു. അങ്ങനെ ദൈവസ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ദൈവം നമ്മെ കാണിച്ചു തന്ന് നമ്മെ പഠിപ്പിച്ച കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം കാണുന്ന സ്നേഹം. എന്നാൽ വാസ്തവത്തിൽ നാം ചെയ്യുന്നത് എന്താണ്? മഹാനായ ONV കുറുപ്പ് എഴുതിയ കവിതയിൽ ഇങ്ങനെ താൻ എഴുതിയിട്ടുണ്ട്: പൂവുകളായിരം കീറി മുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ, ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ, ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നീ നയിച്ചാലും. ദീപങ്ങളൊക്കെ കെടുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദീപമേ നയിച്ചാലും. ഇതാണല്ലോ വാസ്തവത്തിൽ മനുഷ്യരൊക്കെ ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഹൃദയങ്ങൾ കൊത്തി നുറുക്കിയിട്ട് ഹൃദയത്തിൻ്റെ തത്വം പഠിക്കുവാനായി മനുഷ്യർ ശ്രമിക്കുന്നു. ആയിരക്കണക്കിന് പൂവുകൾ കീറി മുറിച്ചിട്ട് പൂവിൻ്റെ സത്യം പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സ്നേഹം അർഹിക്കുന്ന ധാരാളം ആളുകളെ കാണാതെയും സ്നേഹിക്കാതെയും ഇരുന്നിട്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവവചനം നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, നിനക്കതിന് സാധ്യമല്ല. കാരണം നിന്റെ അടുത്ത് നിൽക്കുന്ന അനുജനെ കാണുവാൻ നിനക്ക് സാധിക്കുന്നില്ല, നിന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അരൂപനായ ദൈവം നിനക്ക് അദൃശ്യനായി തന്നെ ഇരിക്കുന്നു. ഇതല്ലേ വാസ്തവത്തിൽ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്, സഭകളിൽ കാണുന്നത്? സ്നേഹമില്ലായ്മയും തമ്മിലടിയും എല്ലാം നാം കാണുകയാണ്. പക്ഷേ ദൈവവചനം പറയുകയാണ്, അങ്ങനെയുള്ളവർക്കെല്ലാം ദൈവം അദൃശ്യനാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണുവാനോ സ്നേഹിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമാണെന്ന് ദൈവവചനം
എന്നോട് പറയുന്നു. ഇത് തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും അറിയുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തെ മനസ്സിലാക്കി അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കിടയായിത്തീരണം. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കും, നമ്മുടെ അരികിലേക്ക് വരും, നമ്മെ തലോടും, നമ്മെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ നമുക്കിടയായിത്തീരും. അത് നമുക്ക് വലിയൊരു ആശ്വാസത്തിന് മുഖാന്തരമായി തീരും. അതിലൂടെ നാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് കാൽവറി ക്രൂശിൽ ഞങ്ങൾ കാണുകയാണ്. സ്വന്തം പ്രാണൻ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി നൽകി ശത്രുക്കളെ സ്നേഹിച്ച ആ മഹാസ്നേഹം എത്രയോ വലുതാണ്. കർത്താവെ, ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ദൈവത്തെ കാണുവാൻ അത് മാത്രമാണ് സഹായിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ച് ആ സ്നേഹത്തിലൂടെ ദൈവസ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ടെ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണം.